തിന്മകൾ നമുക്കു നേരിടേണ്ടതുണ്ടു. നന്മകളാജയം വരിക്കണം. തിന്മകൾ നമുക്കു നേരിടേണ്ടതുണ്ടു. നന്മകളാജയം വരിക്കണം. പാപത്തോടു നാം പോരാടണം. പാപത്തോടു നാം പോരാടണം. പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമാ സാക്ഷിക സമൂഹമേ മുന്നേറിടാം. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമാ സാക്ഷിക സമൂഹമേ മുന്നേറിടാം. ശത്രുവോട് എതിർക്കുവാൻ ജയം നേടുവാൻ ആത്മാവിൻ ശക്തി സംഭരിക്കുവാൻ. ശത്രുവോട് എതിർക്കുവാൻ ജയം നേടുവാൻ ആത്മാവിൻ ശക്തി സംഭരിക്കുവാൻ. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമാ സാക്ഷിക സമൂഹമേ മുന്നേറിടാം. സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമാ സാക്ഷിക സമൂഹമേ മുന്നേറിടാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം അതിന് 3 മുതൽ 27 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില വിഷയങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഗിബെയോൻ നിവാസികളാൽ കബളിപ്പിക്കപ്പെട്ട യോശുവ എന്നതാണ് ചിന്താവിഷയം. ആത്മീയ ലോകത്തിൽ പലരും പലരാൽ കബളിക്കപ്പെടുന്നത് സർവ്വസാധാരണമാണ്. അതിന് കാരണം ദൈവത്തോട് ആലോചന ചോദിക്കാതെ സ്വന്തം ചിന്തകളാൽ വിഷയങ്ങൾക്ക് കൈകൊടുക്കുന്നതാണ് കബളിക്കപ്പെടുവാൻ കാരണമാകുന്നത്. ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു ആടിനെയും കൊണ്ട് അനേകരെ കബളിപ്പിച്ച ഒരു കഥ കേട്ടിട്ടുണ്ട്. ആടിൻ്റെ ഉടയൻ വലിയ പരസ്യമൊക്കെ കൊടുത്തു. ഇംഗ്ലീഷ് സംസാരിക്കുന്ന അത്ഭുത ആട് എന്നായിരുന്നു പരസ്യം. ദേശക്കാർ എല്ലാവരും പരസ്യം കണ്ട് ഓടിക്കൂടി. ആടിനെ കാണുവാൻ വരുന്നവർ ടിക്കറ്റൊക്കെ എടുക്കുകയും ചെയ്തു. എല്ലാവരും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. സ്റ്റേജിലെ കർട്ടൻ ഉയർന്നപ്പോൾ ആടുമായി ആ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആടിനെ മാത്രം നോക്കിയിരുന്നു. ഒടുവിൽ ആ മനുഷ്യൻ ആടിൻ്റെ സവിശേഷതകളൊക്കെ ജനത്തോട് പറഞ്ഞു. എന്നിട്ട് അയാൾ ആടിനെ മുന്നോട്ട് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, ഇംഗ്ലീഷ് കലണ്ടറിൽ 5-ാം മാസത്തിൻ്റെ പേര് എന്തെന്ന് ആടിനോട് അയാൾ ചോദിച്ചിട്ട് ആരും കാണാതെ ആടിൻ്റെ ചെവിയിൽ മുട്ടുസൂചി കൊണ്ടൊരു കുത്തുകുത്തി. വേദന സഹിക്കാൻ കഴിയാതെ ആട് നിലവിളിച്ചു, മേ എന്ന ശബ്ദമുണ്ടാക്കി. അയാൾ ജനങ്ങളോട് പറഞ്ഞു, ആടിന് അല്പമായ ശാരീരിക ക്ലേശമുള്ളതിനാൽ ഇന്ന് അധികം സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞു ജനത്തെ കബളിപ്പിച്ചു. ആട് വേദന കൊണ്ട് മെയ് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് കലണ്ടറിലെ 5-ാം മാസമായ മെയ് മാസം എന്ന് ജനങ്ങളും തെറ്റിദ്ധരിച്ചു. ഇതുപോലെ ഒരു കബളിപ്പിക്കലായിരുന്നു ഗിബെയോൻ നിവാസികളിൽ നിന്നും യോശുവയ്ക്ക് സംഭവിച്ചത്. യോശുവയുടെ പുസ്തകം 9-3 മുതൽ 27 വാക്യങ്ങളിൽ സംഭവം സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടം വെച്ച ചെരുപ്പും ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പഴയ ചാക്കുകളിലും വീഞ്ഞ് പഴയ കീറിയപ്പറഞ്ഞ തുരുത്തികളിലും പകർന്ന് കഴുതപ്പുറത്ത് കയറ്റി കണ്ടം വെച്ച ചെരുപ്പ് കാലിലും പഴയ വസ്ത്രങ്ങൾ ദേഹത്തിലും ഉണങ്ങിപ്പൂത്ത അപ്പങ്ങളുമായി യോശുവയെ സമീപിച്ചു. അവരുമായി ഉടമ്പടി ചെയ്യിപ്പിച്ചു. വിഷയങ്ങൾ അവതരിപ്പിച്ച് യോശുവയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇവിടെ ഒരു പരമാർത്ഥ സത്യം നാം മനസ്സിലാക്കണം. ആത്മീയ ലോകത്തിലും ഇതുപോലെ പല രീതിയിലുള്ള കബളിപ്പിക്കൽ നടക്കുന്നുണ്ട്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ സ്വന്തം ഇഷ്ടവും കമ്മിറ്റിക്കാരുടെ അഭിപ്രായങ്ങളും തേടി പലരുമായി കൈകൊടുക്കും. ഒടുവിലായിരിക്കും വഞ്ചിക്കപ്പെടുന്നതായി മനസ്സിലാകുന്നത്. എന്നാൽ ദൈവത്തോട് ആലോചന ചോദിക്കുന്നവർ ഒരിക്കലും കബളിപ്പിക്കപ്പെടുകയില്ല. ആടിനെ കൊണ്ട് ഇംഗ്ലീഷ് പറയിപ്പിച്ച വിദ്വാനെ പോലെയാണ് പലരും അത്ഭുത രോഗശാന്തികളൊക്കെ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത്. ഓർത്തുകൊള്ളുക, അല്പകാലത്തേക്ക് അനേകരെ കബളിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. എന്നാൽ ദൈവം കാര്യം തീർക്കുന്ന നാളിൽ ഇങ്ങനെയുള്ളവരുടെ കൈകൾ ബലപ്പെട്ടിരിക്കുന്നു.
കല്യാണ വസ്ത്രമില്ലാതെ പ്രവേശിച്ച മനുഷ്യൻ്റെ അവസാനം എന്തായിരുന്നുവോ അപ്രകാരമായിരിക്കും ഇങ്ങനെയുള്ളവരുടെ അവസാനം. പ്രിയ ശ്രോതാക്കളെ, നമ്മെ ദൈവം വിശ്വസ്തനെന്നെണ്ണി ഈ ശുശ്രൂഷ ഏൽപ്പിച്ചെങ്കിൽ അന്ത്യം വരെ വിശ്വസ്തന്മാരായി നിലകൊള്ളേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ആകയാൽ ദൈവം ഏൽപ്പിച്ച താലന്തുകളെ വികലമാക്കി കളയാതെ വ്യാപാരം ചെയ്യുവാൻ സർവശക്തനായവരുടെയും ജീവിതത്തിൽ സഹായിക്കുമാറാകട്ടെ. വക്രനോട് ദൈവം വക്രത കാണിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ള ശബ്ദം കേൾക്കേണ്ടതിന് എല്ലാ കാപട്യങ്ങളും വെടിഞ്ഞ് ശുദ്ധ മനസ്സാക്ഷിയോടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ, കൃപ ചെയ്യട്ടെ. ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.